ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 93. 24 ഗുരുക്കന്മാർ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗൽദീക്ഷ്യമായാവിലാസം നാനാത്വാൽ ഭ്രാന്തിജന്യാ സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേതോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ കുടുംബം, ബന്ധുക്കൾ എന്നിവരോടുള്ള സ്നേഹം ഞാൻ ഉപേക്ഷിക്കാം. ആത്മാവിനെ അങ്ങയിൽ ലയിപ്പിച്ച ലോകം മുഴുവൻ വെറും മായാവിലാസമാണെന്ന് കരുതി സർവസ്വവും ഉപേക്ഷിച്ച് ഞാൻ സഞ്ചരിക്കാം. മനസ്സിൻ്റെ വിഭ്രമത്തിൽ നിന്ന് സംജാതമാകുന്ന അനേകത്വത്തിൽ നിന്നും ഗുണദോഷ വിവേചനജ്ഞാനം സംജാതമാകുമ്പോൾ വിധി അഥവാ നിഷേധമുണ്ടാകുന്നു. പരമാത്മസ്വരൂപനായ അങ്ങയിൽ ആത്മസമർപ്പണം ചെയ്ത് ഭേദഭാവനയിൽ നിന്ന് അതീതനായി വർത്തിക്കുന്ന ഒരുവന് വിധി, നിഷേധം എന്നീ ബോധങ്ങൾ ഉദിക്കുകയില്ല. ശുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവഃ സന്ധ്യനന്ദസ്തേഭ്യോ വിജ്ഞാനവത്വാൽ പുരുഷൈഹ വരസ്തജ്ജനീർദുർലഭൈവ തത്രാപ്യാത്മാത്മനസ്യാൽ സുഹൃതമപി ചരിഭൂര്യസ്ത്വയി ന്യസ്തചേതസ്താപോ ചിത്തേരുപായം സ്മരതി സഹി സുഹൃൽ സ്വാത്മവൈരീ തദോന്യ. ദാഹവും വിശപ്പും ശമിപ്പിക്കുന്നതിൽ മാത്രം നിരന്തരാസക്തിയുള്ള ജന്തുക്കൾ ഈ ലോകത്തിൽ അന്തമില്ലാതെയുണ്ട്. അവയേക്കാൾ ആത്മജ്ഞാനം സിദ്ധിച്ചിരിക്കുന്ന മനുഷ്യൻ സർവശ്രേഷ്ഠനാണ്. അങ്ങിനെ ജ്ഞാനം സിദ്ധിച്ചവരുടെ എണ്ണം വിരളവുമാണ്. അവരും സ്നേഹിതർ, ശത്രുക്കൾ എന്നിങ്ങനെ ഭിന്നഭാവത്തിൽ കഴിയുന്നു. അങ്ങയിൽ ഉറച്ച മനസ്സോടുകൂടി ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന മാർഗം കൈക്കൊള്ളുന്ന മനുഷ്യൻ ആത്മാവിൻ്റെ സുഹൃത്താകുന്നു. അങ്ങനെ ചെയ്യാത്തവർ ആത്മവൈരിയും. ത്വൽകാരുണ്യേ പ്രവർത്തേ കൈഹനഹി ഗുരുർലോകവൃത്തേ ബിഭൂമൻ സർവാക്രാന്താഭിഭൂമിർനഹി ചലതി തതസ്തൽക്ഷമാം ശിക്ഷയേയം ഗൃഹ്ണീയാമീശ തത്തദ്വിഷയപരിചയേപ്യപ്രസക്തിം സമീരാൽ വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാൽ ഭാതു നിർലേപദാച. ഹേ സർവേശ്വര, അങ്ങയുടെ കാരുണ്യത്തിന് പാത്രമാകുന്നവന് ലോകജീവിതത്തിൽ എല്ലാം ഗുരുവായിത്തീരുന്നു. സർവവസ്തുക്കളാലും നിരന്തരം ആക്രമിക്കപ്പെടുന്നുവെങ്കിലും ഭൂമി സ്വസ്ഥാനത്തു നിന്നിളകാതെ അവയെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ ക്ഷമാഗുണം പഠിക്കുന്നു. അതാത് വസ്തുക്കളുമായി പരിചയപ്പെടുന്നുവെങ്കിലും വായുവിൽ നിന്ന് ഞാൻ നിസ്സംഗത ഗ്രഹിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും അതേ സമയത്തു തന്നെ ഒരിടത്തും ചേരാതിരിക്കുന്നതുമായ ആത്മാവിൻ്റെ അവസ്ഥ ആകാശമാകുന്ന ആചാര്യശ്രേഷ്ഠൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവൽ വഹ്നിവന്മസ്മ ഗൃഹ്ണാം സർവാണീനോപി ദോഷം തരുഷു തമീവ മാം സർവഭൂതേഷ്വേയാം പുഷ്ടിർനഷ്ടിക്കലാനാം ശശീനൈവ തനോർനാത്മനോസ്തീതി വിദ്യാം തോയാദീവസ്തമാർത്താണ്ഡവദപി ച തനുക്ഷേഗതാം ത്വൽപ്രസാദാൽ. ഞാൻ ജലം പോലെ സ്വച്ഛനായും പാവനനായും മധുരസ്വഭാവിയായും തീരണം. അഗ്നിയെപ്പോലെ ആരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ആഹാരം കഴിച്ചാലും ദോഷത്തെ പരിത്യജിക്കണം.
പലതരം മരങ്ങളിൽ പിടിച്ച തീയിനെ ഒന്നായി അറിയുന്നതുപോലെ ആത്മാവായ എന്നെ സകല ജീവജാലങ്ങളിലും മനസ്സിലാക്കുകയും ചെയ്തുകൊള്ളാം. ചന്ദ്രന്റെ കലകൾക്കാണ് വൃദ്ധിക്ഷയങ്ങൾ എന്നതുപോലെ ശരീരത്തിനാണ് വളർച്ചയും തളർച്ചയും ഉണ്ടാകുന്നത്, അല്ലാതെ ആത്മാവിനല്ല എന്ന് ഞാൻ അറിഞ്ഞുകൊള്ളാം എന്നു മാത്രവുമല്ല, ജലാദികളിൽ നിന്ന് വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന സൂര്യബിംബത്തെ പോലെ സർവശരീരങ്ങളിലും ഏകത്വമുണ്ടെന്ന് അങ്ങയുടെ കാരുണ്യത്താൽ അറിയണം. സ്നേഹാദ്വ്യാദത്തപുത്ര പ്രണയമൃതകബോധായിതോ മാസ്മ ഭൂമം പ്രാപ്തം പ്രാശ്നൻ സഹേയാക്ഷുതമഭിശയുവൽ സിന്ധുവൽ ശ്യാമഗാധ മാഭപ്തം യോഷിദാധൗ ശിഖിനിശലഭവൽ ഭൃംഗവൽ സാരഭാംഗീ ഭൂയാസം കിന്തു തദ്വദനചയനവശാന്മാഹമീശ പ്രണേശം. വത്സലരായ പുത്രന്മാരെ വേടൻ നിഗ്രഹിച്ചപ്പോൾ സ്നേഹാധിക്യത്താൽ മൃതനായ മാടപ്രാവിനെ പോലെ എനിക്ക് ആപത്ത് പിണയരുത്. വല്ലതും കിട്ടിയാൽ ആഹരിച്ചും അല്ലാത്തപ്പോൾ വിശപ്പു സഹിച്ചും ഞാൻ പെരുമ്പാമ്പിനെ പോലെ ജീവിക്കുമാറാകണം. ഞാൻ സമുദ്രം പോലെ അഗാധ മനസ്സുള്ളവനാകണം. അഗ്നിയിൽ പതിക്കുന്ന ശലഭങ്ങളെപ്പോലെ കനകം, കാമിനി എന്നീ സംഹാര വസ്തുക്കളാൽ ഞാൻ വീഴരുതേ. പുഷ്പത്തിലെ സാരാംശമായ മധുവെടുക്കുന്ന വണ്ടിനെ പോലെ ഞാനും ഭവിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ഭഗവാനെ, ധനം സംഭരിച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് വണ്ടിനെ പോലെ എനിക്ക് പ്രാണനാശം സംഭവിക്കരുതേ. മാ ബദ്ധ്യാസം തരുണ്യാ ഗജൈവ വശയാനാർജയേയന്തനൗഘം ഹർത്താന്യസ്തം ഹി മദ്യീഹരൈവ മൃഗവന്മുഹം ഗ്രാമ്യഗീതൈ നാത്യാ സഞ്ജേയഭോജ്യ ചഷൈവ ബളിശേ പിംഗളാവൻ നിരാശ സുപ്യാം ഭർത്തവ്യയോഗാൽ കുരരൈവ വിഭോ സാമിഷോ നൈർനഹന്യൈ. പിടിയാന മൂലം ഗജം ബന്ധിതനാകുന്നതുപോലെ തരുണിയുടെ വലയിൽ ഞാൻ ബന്ധനാകരുത്. എനിക്ക് ധനമാർജിക്കേണ്ട, സംരക്ഷിച്ചു വയ്ക്കുന്ന മധുവിനെ പോലെ ധനവും അന്യനാൽ അപഹരിക്കപ്പെടും. ഞാൻ മാനിനെ പോലെ നാടൻ പാട്ടുകളിൽ മോഹിതനാകരുത്. വേടന്റെ വലയിൽ വീണുപോകാതെയിരിക്കണം. ഭോജ്യവസ്തുക്കളിലുള്ള അത്യാസക്തി മൂലം ചൂണ്ടയിലകപ്പെടുന്ന മത്സ്യത്തിൻ്റെ ദുരവസ്ഥ എനിക്ക് സംഭവിക്കരുത്. ആഗ്രഹങ്ങളൊന്നും കൂടാതെ സുഖസുഷുപ്തിയിൽ ആണ്ടിരുന്ന പിങ്കളയുടെ ഗതി എനിക്കും സിദ്ധിക്കണം. അല്ലയോ ഭഗവാനെ, മാംസം വഹിച്ചിരുന്ന കുരൂരപ്പക്ഷി മറ്റുള്ള പക്ഷികളാൽ വധിക്കപ്പെട്ടതുപോലെ സൂക്ഷിക്കേണ്ട വസ്തുക്കൾ കൈവരിക മൂലം എനിക്ക് നാശമുണ്ടാകരുത്. വർത്തേയത്യക്തമാന സുഗമതി ശിശുവൻ നിസ്സഹായാശ്ചര്യേയം കന്യായേകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷ ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമൃഷുഹൃദ്രുവ ക്ഷ്മാദ്ഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷു ഹിരിവ നിവാസിന്യുന്തരീർമന്ദിരേഷു. ഹേ വിഭോ, അഭിമാനമെല്ലാം ഉപേക്ഷിച്ച് ഒരു ശിശുവെന്ന പോലെ എനിക്ക് സുഖമായി ജീവിക്കണം. ഒന്നുമാത്രമായി അവശേഷിച്ച കന്യകയുടെ ശംഖുവള പോലെ പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കാതെ നിസ്സഹായനായി എനിക്ക് സഞ്ചരിക്കാം. നിർമ്മാതാവായ അതിൽ തന്നെ ലീനമാനനായിരിക്കെ രാജാവിൻ്റെ എഴുന്നള്ളത്തുഘോഷം കേൾക്കാതിരിക്കുന്നതുപോലെ ഞാൻ അങ്ങയിൽ ലയിച്ച മനസ്സോടെ അന്യവസ്തുക്കളെ അറിയാതെ ഇരിക്കണം. എലിയുടെ മാളത്തിൽ സർപ്പമെന്നതുപോലെ അന്യർ നിർമ്മിച്ച ഭവനങ്ങളിൽ താമസിക്കുമാറാകണം. ത്വയ്യേവ ത്വൽകൃതം ത്വം ക്ഷപയസി ജഗദിത്യൂർണനാഭാൽ പ്രദീയാം ത്വച്ചിന്താ ത്വൽസ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാൽ വിദ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ദത്തേത് സംചിന്യമാനോ മമ തു ബഹുരുജാ പീഡിതോയം വിശേഷാൽ. എട്ടുകാലിയുടെ ജീവിതചര്യയിൽ നിന്ന് അങ്ങയാൽ നിർമ്മിതമായ ലോകത്തെ അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു എന്ന് ഞാൻ അറിയണം.
അങ്ങയെ നിരന്തരം ധ്യാനിക്കുന്നതുകൊണ്ട് അങ്ങയുടെ ആകൃതി കരഗതമാകുന്നു എന്ന വേട്ടാളൻ്റെയും പുഴുവിൻ്റെയും ജീവിതത്തിൽ നിന്ന് അഭ്യസിക്കണം. സൂക്ഷ്മാലോചന ചെയ്യുമ്പോൾ വിവേകം, വിരക്തി എന്നിവയുണ്ടാകുന്നതും ബഹുവിധ രോഗങ്ങളാൽ പീഡിതമായിരിക്കുന്നതും മാലിന്യം നിറഞ്ഞതും ഭസ്മരൂപവുമായ ഈ ശരീരം മറ്റൊരു ഗുരുശ്രേഷ്ഠനാണ്. ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശയൽ പ്രേമഹേതോർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വൽപദം വിസ്മരന്തി സോയം വഹ്നേഷു നോ വാ പരമിഹ പരദ സാമ്പ്രതം ചാക്ഷി കർണത്വഗ്ജിഹ്വാദി വികർഷന്ത്യവശമത ഇത ഗോപിനത്വൽപദാബ്ജേ. ഹേ ഗുരുവായൂർനാഥ, ശരീരസംബന്ധമായ സുഖങ്ങളോട് എനിക്കുള്ള ആസക്തി അങ്ങ് ദൂരീകരിച്ചാലും ആ സ്നേഹാധിക്യത്താൽ ഭവനം, ഭാര്യ, ധനം എന്നിവയിൽ പരവശന്മാരായി അങ്ങയുടെ ചരണാംബുജത്തെ വിസ്മരിച്ചു കളയുന്നു. ആ ശരീരമാകട്ടെ അവസാനം നായയുടെയോ തീയിൻ്റെയോ ആഹാരമായി തീരാനുള്ളതാണ്. കണ്ണ്, ചെവി, തൊലി, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ ഇപ്പോഴും പരവശമായ ആത്മാവിനെ അങ്ങോട്ടുമിങ്ങോട്ടും ആകർഷിക്കുന്നു. അങ്ങയുടെ പാദാംബുജങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആരും സഹായിക്കുന്നില്ല. ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തീം ദൃഢിഷ്ഠാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്ത്വയേ സമധിഗതമമും മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാക്ഷിപ വിഷയരസേ പാഹി മാം മാരുദേശ. ഹേ പങ്കജാക്ഷ, ഈ ശരീരാസക്തി തടയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ, ഈ ജന്മത്തിൽ തന്നെ എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ച് അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഉറച്ച ഭക്തിയുള്ളതാക്കി തീർക്കണേ. തീർച്ചയായും അനേകം പൂർവജന്മങ്ങൾക്കു ശേഷം ലബ്ധമായതും മോക്ഷദായകവുമായ ഈ ബ്രാഹ്മണ ശരീരത്തെ ക്ഷുദ്രമായ വിഷയരസത്തിൽ പതിപ്പിക്കരുതേ. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.